ഹൈറ്റിലാണ് ഈ ഒരു പാത ഉള്ളത്. അപ്പോൾ വീണ്ടും അത് പൊളിച്ച് ഒരു അണ്ടർപാസ് പണിയുക എന്ന് പറഞ്ഞാൽ അത്രയും വരുമാനത്തിൽ നഷ്ടം വരുന്ന കാര്യങ്ങളാണ്, പണത്തിൻ്റെ നഷ്ടം വരുന്ന കാര്യമാണ്. വീണ്ടും ജനങ്ങൾ പൊടി തിന്നേണ്ടി വരും. മഴക്കാലമാകുമ്പോൾ ചളിയൊക്കെ ആയിട്ട് വീണ്ടും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇക്കാര്യം പോസിബിൾ ആണ് എന്ന് തോന്നുന്നുണ്ടോ? എല്ലാ വികസനവും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. വികസനം എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ എന്താണ്, അത് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ രീതിയിൽ എല്ലാ പദ്ധതികളെയും വിനിയോഗിക്കുക എന്നുള്ളതാണ്. ദേശീയപാത വികസനം അവസാന ഘട്ടത്തിലെത്തി നിൽക്കെ എടാട്ട് കണ്ണങ്ങാട്ട് പ്രദേശത്ത് പുതിയൊരു അടിപ്പാത കൂടി അനുവദിക്കണമെന്ന ആവശ്യവുമായി ജനകീയ ആക്ഷൻ കമ്മിറ്റി രംഗത്ത്. നിലവിലിവിടെ ഒരു അടിപ്പാത നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അത് കൃത്യമായ സ്ഥലത്തല്ല പണിതിട്ടുള്ളത് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. വർഷങ്ങൾക്ക് മുമ്പ് ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്ന കാലത്ത് ആദ്യം ഇതിനു വേണ്ടിയുള്ള പൈലിങ്ങും ഇതിൻ്റെ മണ്ണ് പരിശോധനയും എല്ലാം നടത്തിയത് ഈ കണ്ണങ്ങാട് റോഡിന് നേരെ തന്നെയാണ്. ഈ കണ്ണങ്ങാട് റോഡ് നേരെ തന്നെ ഇത് ആരംഭിക്കുകയും തൊട്ടപ്പുറത്ത് പില്ലർ വാർക്കുന്ന പണി ആരംഭിച്ചു. ഞങ്ങൾ കരുതിയത് ഇത് ഏടാട്ട് പെരുമപ്പുഴ മുതൽ ഈ കണ്ണങ്ങാട് ബസ് സ്റ്റോപ്പ് വരെ പില്ലറിൻ്റെ മുകളിൽ, പാലത്തിൻ്റെ മുകളിൽ തന്നെയാണ് ഈ റോഡ് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കണ്ണങ്ങാട് ബസ് സ്റ്റോപ്പിലെല്ലാം പാലത്തിൻ്റെ മുകളിൽ പോകുമെന്ന് തന്നെയാണ് കരുതിയത്. അങ്ങനെ തന്നെയാണ് പില്ലറിൻ്റെ വർക്ക് ആരംഭിക്കുന്നത്. പെട്ടെന്നാണ് പില്ലറിൻ്റെ വർക്ക് പൂർത്തിയായതിനു ശേഷം പെട്ടെന്നാണ് ഈ ഹൈവേയുടെ നിർമ്മാണത്തിൻ്റെ പ്രവൃത്തി ഇതുപോലെ മുകളിലൂടെ പോകുന്ന രീതിയിലേക്ക് മാറ്റി ആരംഭിക്കാൻ വേണ്ടി തുടങ്ങിയത്. ആ സമയത്ത് ഞങ്ങൾ ഈ ഹൈവേ ഡിവിഷനിലെ ആൾക്കാരെ എല്ലാമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ പറഞ്ഞു ഇതിൻ്റെ എല്ലാ എസ്റ്റിമേറ്റും പൂർത്തിയായി കഴിഞ്ഞു, എഞ്ചിനീയറിംഗ് പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞു, ഇതിന് മുകളിൽ മറ്റൊരു കാര്യം ചെയ്യാൻ വേണ്ടി കയ്യിലാണത്. അപ്പോൾ അന്ന് പോലെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇത് പില്ലറിൻ്റെ മുകളിൽ തന്നെ കൊണ്ടുപോകണം. ഇത് മാത്രമല്ല, ഈ പില്ലറിൻ്റെ മുകളിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഇവിടെ നിന്ന് മുതൽ പെരുമ്പുഴ വരെയുള്ള ചതുപ്പ് നില, ആ ചതുപ്പ് നിലത്തിൽ ഇപ്പം മാറ്റം പറ്റുന്നതാണ് പറഞ്ഞു കേട്ടത്. ആ ചതുപ്പ് നിലത്തിൽ ഇതുപോലെ ഉയർത്തിയിട്ട് റോഡ് പോകുമ്പോൾ ആയിരക്കണക്കിന് ജനങ്ങളുടെ കൃഷിയിടം നശിച്ചു പോയി കഴിഞ്ഞു. വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. അങ്ങനെ വലിയ ബുദ്ധിമുട്ടായി ഇതെല്ലാമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളിതെല്ലാമായിട്ട് ബന്ധപ്പെട്ട സമയത്തെല്ലാം ഇതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി കഴിയില്ല. ഇത് എഞ്ചിനീയറിംഗ് പ്ലാൻ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഈ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാതെ അതിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇത് എസ്റ്റിമേറ്റ് നൽകിയത്. അത് പ്രകാരം മാത്രമേ നിർമ്മിക്കാൻ വേണ്ടി കഴിയൂ എന്ന രീതിയിൽ പറയാതെ ചെയ്തു. പ്രദേശവാസികളുടെ ശക്തമായ ആവശ്യത്തെ തുടർന്നാണ് നേരത്തെ എടാട്ട് കണ്ണങ്ങാട്ട് സ്റ്റോപ്പിൽ ഒരു അടിപ്പാത പണിതുയർത്തിയത്. എന്നാൽ ഇത് കണ്ണങ്ങാട് റോഡിന് നേരെയായിരുന്നു വരേണ്ടിയിരുന്നത്. നിലവിൽ അനുചിതമായ സ്ഥലത്താണ് അണ്ടർപാസ് നിർമ്മിച്ചിരിക്കുന്നതെന്നും ഇതുമൂലം പ്രദേശവാസികൾക്ക് കടുത്ത യാത്രാ ദുരിതവും നിത്യേന എന്നോണം അപകടങ്ങളും സംഭവിക്കുന്നുണ്ടെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിക്കുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ഇവിടെ നിന്ന് നമ്മളിപ്പോൾ നമ്മൾ വലതുവശത്ത് കൂടെ എടുത്തിട്ടാണ് പോകുന്നത്. ഈ വലതുവശത്തൂടെ എടുത്ത് പോകുന്നതേ തെറ്റാണ്. വലതുവശത്തൂടെ എടുത്ത് പോയതിന് ശേഷം ഒരുപാട് ആക്സിഡൻറ്റുകൾ പറ്റി. ഇപ്പം അതുപോലെ തന്നെ കുട്ടികൾ ഇത് നടപ്പാതിലേക്ക് നടന്നു പോകുമ്പോൾ അവർക്കും പോയി വരാൻ പറ്റാത്ത സാഹചര്യമാണ്. അവിടുന്ന് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത സാഹചര്യം. ഇതുകൊണ്ടാണ് നമ്മളൊരു ഈ എടാട്ട് കേന്ദ്രീയ വിദ്യാലയ റോഡിന് നമുക്കൊരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയിൽ നമുക്കൊരു അണ്ടർപാസ് വേണം എന്നുള്ളൊരു ഒരു അടുത്ത അപകടങ്ങളും കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് വേണം എന്നുള്ളൊരു നിർദ്ദേശിച്ചൊരു കൂട്ടായ്മ രൂപീകരിച്ചിട്ട് അതിനുവേണ്ടി നമ്മളൊരു സമരമുഖത്തേക്ക് നമ്മൾ ഇറങ്ങിയത്. ഈ സാഹചര്യത്തിലാണ് കണ്ണങ്ങാട് റോഡിന് നേരെ തന്നെ പുതിയൊരു അടിപ്പാത കൂടി വേണമെന്ന ആവശ്യവുമായി ഇവർ വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതേസമയം ദേശീയപാത നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞ ഈ ഘട്ടത്തിൽ നടത്തുന്ന സമരത്തിനെതിരെ മറുചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അണ്ടർപാസിന്റെ നിർമ്മാണ വേളയിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്താതെ പണി അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ സമരവുമായി ഇറങ്ങുന്നതിൽ എന്ത് കാര്യമാണെന്നാണ് വിമർശകരുടെ ചോദ്യം. ഞങ്ങൾ ആദ്യം തന്നെ അധികാരികൾക്ക് മുമ്പിൽ വെച്ചതാണ്. ഇതിൻ്റെ എൻജിനീയറിംഗ് വിഭാഗത്തിൻ്റെ മുന്നിലും അതോടൊപ്പം തന്നെ മേഘാ കൺസ്ട്രക്ഷൻ്റെ മുമ്പിലും നമ്മൾ ഇക്കാര്യം പറഞ്ഞതാണ്. ഈ ഒരു 2 വേ അത് യഥാർത്ഥത്തിൽ പ്രായോഗികമല്ല. ജനങ്ങൾക്ക് വേണ്ടി, ഭാവി തലമുറക്ക് വേണ്ടി ഈ സമരം ഞങ്ങളത് ശക്തമായി ഏറ്റെടുക്കുകയാണ്. ഇത് പൊളിച്ച് തന്നെ ഒരു പുതിയ പാത നിർമ്മിക്കേണ്ടത് ഈ നാടിന് അനിവാര്യമാണ്. മാത്രമല്ല, ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം അംഗീകരിച്ച് പുതിയ അടിപ്പാത പണിയണമെങ്കിൽ നിലവിൽ നിർമ്മിച്ചു കഴിഞ്ഞ കൂറ്റൻ കോൺക്രീറ്റ് മതിൽ പൊളിച്ചു നീക്കേണ്ടി വരും. ഇത് വൻ സാമ്പത്തിക നഷ്ടത്തിനും പാത നിർമ്മാണം വീണ്ടും നീണ്ടുപോകുന്നതിനും കാരണമാകുമെന്നതിനാൽ വരും ദിവസങ്ങളിൽ ഈ വിഷയം പ്രദേശത്ത് വലിയ ചർച്ചകൾക്ക് വഴിമാറ്റുമെന്ന് ഉറപ്പാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.